ജിസേല് എല്ലാവരും കാണുക എപ്പിസോഡിൽ, അതായത് ലാലേട്ടൻ വന്ന എപ്പിസോഡിൽ ലാലേട്ടൻ പറയുമ്പോൾ പോലും കള്ളം പറയുന്നുണ്ട്. താൻ ഒന്നും എടുത്തു വെച്ചിട്ടില്ല, ഒന്നും ഇല്ലല്ലോ, ഒന്നും എടുത്തു വെച്ചിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് കൊഞ്ചിക്കൊണ്ട ഒരു ലാംഗ്വേജിൻ്റെതാണ്. സോറി, അതായത് ആ മലയാളം പറയാൻ അറിയാത്തതിൻ്റെ എല്ലാം ഒരു ആറ്റിറ്റ്യൂഡാണത്. പക്ഷേ പിന്നെ എടുത്തെടുത്ത് ചോദിക്കുമ്പോൾ അത് ഒരെണ്ണം മാത്രമേ ഉള്ളൂ ലാലേട്ട എന്ന് പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഹിന്ദി ബിഗ് ബോസ് ആയിരുന്നുവെങ്കിൽ മോഹൻലാൽ ചോദിച്ച രീതിയിലായിരിക്കില്ല സൽമാൻ ഖാൻ ചോദിക്കുക. സൽമാൻ ഖാൻ ഭയങ്കരമായിട്ട് ചൂടായി റൈസ് ചെയ്ത് ഭയങ്കര കലിപ്പിലൊക്കെ ചോദിക്കും. ഇവിടെ അത്രയും പ്രശ്നമൊന്നുമില്ല. മോഹൻലാൽ ഒരിക്കലും അദ്ദേഹത്തിന്റെ സ്റ്റാൻഡേർഡ് വിട്ട് ഒരാളോടും സംസാരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ കുറച്ച് ദേഷ്യത്തോടെയൊക്കെ സംസാരിച്ചിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടെങ്കിലും അപ്പോൾ തന്നെ ആള് ഭയങ്കരമായിട്ട് കൂളായിട്ട് അതിങ്ങനൊന്നും ചെയ്യരുത്, ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല, അതുകൊണ്ടാണ് നമ്മൾ ഒരുപാട് പേര് നമ്മളെ കാണുന്നതല്ലേ, ഒരുപാട് പ്രേക്ഷകർ നമ്മളെ ജഡ്ജ് ചെയ്യുന്നതല്ലേ എന്ന് പറയുന്ന ലാലേട്ടനെ നമുക്കറിയാം. ഒരിക്കലും ഹിന്ദി ബിഗ് ബോസ് പോലെ അല്ല. അതുകൊണ്ട് തന്നെ ഹിന്ദി ബിഗ് ബോസിന്റെ ഒരു ലൈറ്റ് വേർഷൻ ആണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒന്നും അല്ലാത്തൊരു വേർഷനാണ് മലയാളം ബിഗ് ബോസ് എന്ന് പറയുന്നത്. സോ അനുമോളെ ഈ ഒരു ബിഗ് ബോസിൽ അനുമോളെയും ജിസേലിനെയും അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പാരിസൺ ചെയ്യാൻ സാധിക്കത്തേയില്ല. ബിഗ് ബോസ് എന്ന് പറഞ്ഞൊരു ഷോയിൽ ഓൾറെഡി എക്സ്പീരിയൻസ് ഉള്ള വ്യക്തി ജിസേല്. അത് മാത്രമല്ല ഒരുപാട് വലിയ വലിയ റിയാലിറ്റി ഷോകളിലും പിന്നെ അതുപോലെ ഒരുപാട് കാര്യങ്ങളിലും പങ്കെടുത്ത ഒരു വ്യക്തി കൂടിയാണ് ജിസേല്. പക്ഷേ അറ്റ് ദ സെയിം ടൈം നമ്മുടെ സ്റ്റാർ മാജിക്കിലെ ഒരു സ്റ്റാർ ആയിരുന്നു അനുമോള്. അല്ലാതെ അവിടെ പോലും സ്റ്റാർ മാജിക്കിൽ ചില എപ്പിസോഡ്സ് ഒക്കെ നമ്മൾ ഈ യൂട്യൂബിലൊക്കെ ഇങ്ങനെ റെക്കമെൻഡേഷൻസ് വരുമ്പോഴൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എല്ലാ സ്റ്റാർ മാജിക്കിലെ എപ്പിസോഡ്സിലും അനുമോളിന്റെ ഒരു കരച്ചിൽ കാണും. അനുമോൾ കൊഞ്ചിക്കൊണ്ട് കളിക്കുന്ന എന്തെങ്കിലും ഒരു ഗെയിം ഷോയോ അങ്ങനെ എന്തെങ്കിലും വളരെ ഇന്നസെന്റ് ആയിട്ട് ചൈൽഡിഷ് ആയിട്ട് കുറച്ചൊക്കെ ദേഷ്യപ്പെടുന്ന കുറേയൊക്കെ, അതും അനാവശ്യ കാര്യത്തിനൊക്കെ ദേഷ്യപ്പെടുന്ന അല്ലെങ്കിൽ ഒരുപാട് കരയുന്ന അങ്ങനെ ഒരു ക്യാരക്ടറാണ് അനുമോള്. ഇനി ഞാൻ പറയാൻ വന്ന മറ്റൊരു കാര്യം, ജിസേലിനെ നിങ്ങൾ കാണുന്ന ഒരു ഫേസ്, ഇപ്പൊ കാണുന്ന ഒരു ഫേസ് ഉണ്ടല്ലോ, ആ ഫേസിൽ നിന്ന് എൻറ്റയർലി ഡിഫറെന്റ് ആണ് 2016 ജിസേലിന്റെ ഫേസ് എന്ന് പറയുന്നത്. ബിഗ് ബോസിൽ അതൊരു 9 വർഷത്തോളം ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. സീസൺ 9 എന്ന് പറയുന്നതിനകത്തായിരുന്നു. ബിഗ് ബോസ് സീസൺ 9 ഹിന്ദിയിലാണ് ഉണ്ടായിരുന്നത്. അതിന്റെ തന്നെ കുറച്ചധികം വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കുറച്ച് ക്ലിപ്സ് ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്. ഈ ജിസേൽ ആണോ ഇപ്പോഴത്തെ ജിസേല്? മറ്റേ അനന്തു എന്ന് പറയുന്ന വ്ളോഗർ ഉണ്ടല്ലോ, പുള്ളിക്കാരന്റെ വീഡിയോ കണ്ടപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇത് അന്വേഷിക്കാൻ താല്പര്യപ്പെട്ടത്. കാരണം എന്ന് വെച്ചാൽ പുള്ളിക്കാരൻ പറയുന്ന ഒരു കാര്യം, ഈ പറയുന്ന ഫോട്ടോ, അതായത് ജിസേലിന്റെ പഴയ ഫോട്ടോയും പുതിയ ഫോട്ടോയും വെച്ചിട്ട് എന്നെ കമ്പാരിസൺ ചെയ്ത് പറയല്ല, പകരം ഇത് പഴയ ജിസേലിനെ കണ്ടാൽ നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല എന്ന് തന്നെയാണ് ഈ അനന്തവും പറയുന്നത്. അപ്പോഴത്തേക്കും ഞാൻ ഷോക്കിംഗ് ആയിപ്പോയി. ഞാനും പോയി ചെക്ക് ചെയ്തപ്പോഴത്തേക്കും ലിപ്പായിക്കോട്ടെ, ഞാനത് ആ ഒരു ബോഡി ഷെയിം ചെയ്യുകയല്ല, ജിസേലിന് അവിടെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ആ പറയുന്ന അനന്തുവിൽ നിന്ന് എനിക്ക് അറിയാൻ പറ്റിയൊരു കാര്യം, ഹിന്ദി ബിഗ് ബോസിലൂടെ സൽമാൻ ഖാൻ നമ്മുടെ ജിസേലിന്റെ ചുണ്ടിനെ കുറ്റം പറയുകയോ കളിയാക്കുകയോ എന്തോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ കുറേ അധികം ഇൻസെക്യൂരിറ്റീസ് ഒക്കെ ഒരുപാട് അനുഭവിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ ജിസേൽ എന്തുകൊണ്ട് മലയാളം ബിഗ് ബോസിൽ വന്നിട്ട് താൻ എല്ലായ്പ്പോഴും മേക്കപ്പ് ഇട്ട് നിൽക്കുന്നു, ഫേസ് ഒക്കെ ഒരുപാട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നു, കോൺഷ്യസ് ആകുന്നു, ചുണ്ടിനോട് കോൺഷ്യസ് ആവുന്നു, മീൻസ് എപ്പോഴും ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് നിൽക്കുന്നു, ഹെയർ നോക്കിക്കൊണ്ട് നിൽക്കുന്നു. അപ്പം ശരിക്കും പറഞ്ഞാൽ അവരുടെ മുഖത്തിന് എന്തെങ്കിലും ശസ്ത്രക്രിയ വല്ലതും നടത്തിയിട്ടുള്ള ഒരു ചേഞ്ച് ആണോ? എക്സാക്ട്ലി അവരുടെ ഫേസ് ഭയങ്കര ഡിഫറൻസ് ആണ്. ആ പഴയ ജിസേലിന്റെ മുഖമേ അല്ല ഇപ്പോഴത്തെ ജിസേലിൻ്റെത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഈ ഹെയർ ഒക്കെ ആണെങ്കിൽ, ഇപ്പം രേണു സുധിയുടെ കാര്യത്തിലൊക്കെ ഞാൻ എക്സാമ്പിൾ വെച്ച് പറഞ്ഞതാണ്. ഹെയർ ഒക്കെ ട്രീറ്റ്മെന്റ് ചെയ്യുക, അല്ലെങ്കിൽ ഫേസ് ഒക്കെ എന്തെങ്കിലുമൊക്കെ ട്രീറ്റ്മെന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ അവര് അതിൻ്റെതായ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുക എന്നൊരു സംഭവമുണ്ട്. അത് മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ അതെല്ലാം നഷ്ടപ്പെട്ടു പോകും, അതെല്ലാം ഓപ്പോസിറ്റ് റിയാക്ഷൻസ് ഉണ്ടാകും. ഇപ്പൊ നെവിൻ തന്നെ പറയാറുണ്ട്, ബിഗ് ബോസിലെ കഞ്ഞിവെള്ളം വെച്ചിട്ടാണ് താൻ തന്റെ കേളി ഹെയർ പരിപാലിക്കുന്നത് എന്ന് നെവിൻ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ഇപ്പൊ നെവിൻ അങ്ങനെ ഒരു ചോയ്സ് കണ്ടെത്തി. അവിടെ അങ്ങനെ ഒരു ചോയ്സ് ചിലപ്പം ജിസേലിന് കണ്ടെത്താൻ സാധിക്കില്ല. അങ്ങനെയാണെങ്കിൽ ജിസേലിന് ബിഗ് ബോസിനോട് അതിന് കൺഫസ് ചെയ്തിട്ട് സാധനങ്ങൾ വേണമെന്ന് പറഞ്ഞാൽ പോരെ. അങ്ങനെയാണെങ്കിൽ ഈ അനുമോള് ഈ ഒരു മേക്കപ്പിന്റെ കാര്യത്തിൽ ഇത്രയധികം ഇഷ്യൂസ് ഉണ്ടാക്കില്ല. ഇനി അനുമോളിന്റെ ഫേസും മേക്കപ്പിന്റെയും കാര്യം, തുടക്കം അനുമോളും ഇതേപോലെ ജിസേലിനെ പോലെ പലതും മോഷ്ടിച്ചെടുത്തിടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ സ്ട്രിക്റ്റ് ആയിട്ട് ബിഗ് ബോസ് പറഞ്ഞതിന് ശേഷം മാത്രമാണ് അനുമോൾ അത് ചെയ്യാതിരുന്നത്. പിന്നെ അനുമോളുടെ ഒരു ഫേസ് നോക്കുവാണെങ്കിൽ എനിക്ക് പ്രത്യേകിച്ച് അനുമോളുടെ മുഖത്തിന് വലിയ മോശം എന്ന് പറയാനൊന്നുമില്ല.
നല്ല ഭംഗിയുണ്ട്. അനുമോളിന്റെ മേക്കപ്പ് ഒന്നും ഇല്ലാതെ മുടിയൊക്കെ അഴിച്ചിട്ട് നടക്കുന്ന ആ ഒരു ഇത് കണ്ടു കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ട്. മേക്കപ്പ് ഇടുന്നതിനേക്കാൾ ഭംഗിയാണ് അനുമോളെ കാണാൻ. അപ്പൊ എനിക്കതുകൊണ്ട് തന്നെ അനുമോള് മേക്കപ്പിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അനുമോൾക്ക് ജിസേലിനോട് അസൂയ എന്നൊക്കെ പറയുന്ന വാക്കുകളോട് ആ വ്യക്തിക്ക് അങ്ങനെ ഉണ്ട് എന്നൊക്കെ പറയാനാണെങ്കിൽ എനിക്കറിയില്ല. പിന്നെ അനുമോൾ ശരിക്കും പറഞ്ഞാൽ ജിസേലിനെ ടാർഗറ്റ് ചെയ്യുന്നത് അസൂയ കൊണ്ടൊന്നും ആണെന്ന് എനിക്ക് ഒരു വട്ടം പോലും തോന്നിയിട്ടില്ല. എല്ലാ ആണുങ്ങളും ജിസേലിന്റെ കൂടെയാണ് എന്നുള്ള ഒരു പരാമർശം മാത്രമാണ് അനുമോളിന്റെ വായിൽ നിന്ന് വന്നത്. എല്ലാവരും ജിസേലിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്, എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നൊരു തോന്നലുണ്ട്. ജിസേൽ ഓൾവേസ് ഒരു ഗുഡ് ഗെയിമറാണ്, ഭയങ്കര സ്മാർട്ടാണ്, സംസാരിക്കുന്നുണ്ട്. ഒരു ഗെയിം പ്ലേ ചെയ്യുമ്പോൾ വന്ന തുടക്കം തൊട്ട് ആദ്യത്തെ ദിവസം തൊട്ട് തന്നെ നന്നായിട്ട് ഓടി കളിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ജിസേല് നമ്മുടെ ഒരു കോമൺ ടീമിനകത്ത് വരുന്ന ഒരാളല്ല, മലയാളി അല്ല, കുറച്ച് സ്പെഷ്യലായിട്ട് എല്ലാവരും കൺസിഡർ ചെയ്യും. ഇപ്പം നമ്മുടെയൊക്കെ സർക്കിളിൽ ഒരു അതർ ലാംഗ്വേജിലുള്ള ഒരാൾ വരുമ്പോൾ നമ്മൾ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു അതുപോലെയൊക്കെ അവിടെയും എല്ലാവരും ട്രീറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അനുമോള് ജിസേലിനെ ടാർഗറ്റ് ചെയ്യുന്നതിനെ എനിക്ക് അപ്രിഷിയേറ്റ് ചെയ്യാനാണ് തോന്നിയത്. കാരണം എല്ലാവരും ഫോക്കസ് ചെയ്യുന്ന ഒരാളെ തന്നെ ടാർഗറ്റ് ചെയ്ത് കളിക്കും. നമ്മുടെ റോബിനെ ഫോക്കസ് ചെയ്ത് റിയാസ് വന്ന് കളിച്ച ഒരു കളിയുണ്ട്. അപ്പോഴാണ് ബിഗ് ബോസ് സീസൺ 4 ഭയങ്കര ചലഞ്ചിങ് ആയി മാറിയത്. അതുപോലെ ബിഗ് ബോസ് സീസൺ 7 ഇവിടെ ഈ പറഞ്ഞ ജിസേലും വേണം, അനുമോളും വേണം, രണ്ടുപേരും നന്നായിട്ട് മത്സരിക്കട്ടെ. ഏതായാലും ശരി, ഞാൻ ഇതിൽ പറയാൻ ഉദ്ദേശിച്ചത് ജിസേലിന്റെ 2 ഫേസ്. ഇത് നിങ്ങളിപ്പോൾ ഓൾറെഡി കണ്ടു കാണുമായിരിക്കും. ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു വ്യൂ പോയിന്റിൽ പറയുകയാണ്. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് പറയുക. അതുപോലെ നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സീരിയൽ ഗ്രാൻഡ്മാ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ പോയിച്ചും വരാം. ബൈ.